ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ എമർജൻസി പ്രൊവിഷൻ ആൻഡ് ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ച്, അതായത് ഇത് യൂണിവേഴ്സിറ്റിയിൽ 3 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇതിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 തുടങ്ങി 360 കോൺസ്റ്റിറ്റ്യൂഷനിൽ എമർജൻസി പ്രൊവിഷൻസ് ആണ്. വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആർമഡ് റിബല്യൻ, ഫിനാൻഷ്യൽ എമർജൻസി പോലുള്ള സിറ്റുവേഷൻസിൽ ഇന്ത്യയുടെ യൂണിറ്റി, സോവർണിറ്റി, സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനാണിത്. എമർജൻസി സമയത്ത് ഫെഡറൽ സിസ്റ്റം ടെമ്പററി ആയി യൂണിറ്ററി സിസ്റ്റം പോലെ മാറുന്നു. സെൻറ്ററിന് കൂടുതൽ പവേഴ്സ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ഡ്യൂറിങ് എമർജൻസി. നോർമലി ഇന്ത്യ കോസി ഫെഡറൽ കൺട്രിയാണ്. സെൻറ്ററും സ്റ്റേറ്റും പവേഴ്സും ഷെയർ ചെയ്യുന്നു. പക്ഷേ എമർജൻസി വന്നാൽ സെൻറ്റർ സ്ട്രോങ് ആകും, സ്റ്റേറ്റിൻ്റെ ഓട്ടോണമി കുറയും എന്നാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ഡ്യൂറിങ് എമർജൻസിയിൽ പറയുന്നത്. ഇതിൽ 3 എണ്ണമാണ്: എക്സിക്യൂട്ടീവ് ഇമ്പാക്റ്റ്, ലെജിസ്ലേറ്റീവ് ഇമ്പാക്റ്റ്, ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്. അതിൽ ആദ്യത്തെയാണ് എക്സിക്യൂട്ടീവ് ഇമ്പാക്റ്റ്. എക്സിക്യൂട്ടീവ് ഇമ്പാക്റ്റിൽ പറയുന്നത് എമർജൻസിയിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് പവർ കൂടും. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡയറക്ഷൻസ് കൊടുക്കാം. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡൻറ്റ് റൂൾസ് വന്നാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസ്മിസ് ചെയ്യും. ഗവർണർ പ്രസിഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺ ചെയ്യും. സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓട്ടോണമി കുറയും. പിന്നെ പറഞ്ഞാണ് ലെജിസ്ലേറ്റീവ് ഇമ്പാക്റ്റ്. ലെജിസ്ലേറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലും ലോസ് ഉണ്ടാക്കാൻ പറ്റും. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയിൽ പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ ഇൻക്രീസ് ചെയ്യും. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ പവർ സസ്പെൻഡ് ചെയ്യുകയോ ഓവർറൈഡ് ചെയ്യുകയോ ചെയ്യാം. പാർലമെൻറ്റിന് സ്റ്റേറ്റ് അസംബ്ലിയുടെ ടേം എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് ലെജിസ്ലേറ്റീവ് ഇമ്പാക്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്. ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റിൽ സംഭവിക്കുന്നത് പ്രസിഡൻറ്റ് സെൻറ്റർ സ്റ്റേറ്റ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ മോഡിഫൈ ചെയ്യും. പിന്നെ സെൻട്രൽ ഗ്രാൻറ്റ്സും ഫിനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സും റെഗുലേറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് സ്റ്റേറ്റ്സ് ഫിനാൻഷ്യലി സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് ഫിനാൻഷ്യലി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് എഫക്റ്റ് ഓൺ ഫെഡറലിസം. എഫക്റ്റ് ഓൺ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് എമർജൻസി സമയത്ത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റംസ് ഹൈലി സെൻട്രലൈസ്ഡ് ആവുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ പവേഴ്സ് സെൻറ്ററിൻ്റെ കയ്യിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. സ്റ്റേറ്റ് ഓട്ടോണമി കുറയും. അതുകൊണ്ട് ഫെഡറൽ സിസ്റ്റം ടെമ്പററി ആയി യൂണിറ്ററി സിസ്റ്റം പോലെ മാറുന്നു. നമുക്ക് കൺക്ലൂഷനിലോട്ട് കിടക്കാം. കൺക്ലൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻ ക്രൈസിസ് സമയത്ത് നാഷണൽ യൂണിറ്റിയും സെക്യൂരിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ സ്റ്റേറ്റ് ഓട്ടോണമി കുറച്ച് സെൻറ്ററിൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എമർജൻസി സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യൂണിറ്ററി ഫീച്ചേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി കാണാൻ പറ്റുമെന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എമർജൻസി പ്രൊവിഷൻസും ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടുത്ത വീഡിയോ കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.